ഈ സിനിമ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ ബിഗ് സ്ക്രീനിൽ ഇത് കണ്ടിട്ടില്ല. ഞാനിപ്പോൾ OTT-യിലാണ് കാണുന്നത്. ബിഗ് സ്ക്രീനിൽ വളരെ മോശം അഭിപ്രായമായിരുന്നു വന്നപ്പോൾ. എന്തായാലും ഈ സിനിമ കണ്ടു നോക്കുന്ന സമയത്ത് ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലെ നായകനായിട്ടുള്ള ധനുഷാണ് ടോക്സിക്കായിട്ട് വരുന്നത്. അപ്പോൾ നായികക്ക് എന്തായാലും സിനിമാറ്റിക്കലായിട്ട് വരുന്ന സമയത്ത് നായിക ഈ പറയുന്ന സിമ്പതി കാണിക്കുന്ന രീതിയിലോട്ടൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിലും തന്നെ സിനിമ തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമ ഈ ഒരു ട്രാക്കിലോട്ടാണ് പോകുന്നത്, ഇങ്ങനെയായിരിക്കും അവസാനിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ക്ലൈമാക്സ് വരുന്നത്. ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉത്തരവില്ല. കാരണം സംവിധായകൻ നിങ്ങൾ തീരുമാനിച്ചോ എന്ന രീതിയിലാണ്. കാരണം അങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സംവിധായകൻ. ഇതിൻ്റെ ഒരു മോശം വശങ്ങൾ ഇപ്പോൾ നായികയുടെ പോയിന്റിലും നായകൻ്റെ പോയിന്റിലും നിൽക്കുന്ന സമയത്ത് ഓക്കെ, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ടോക്സിക് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പ്രണയം ഇങ്ങനെ രീതിയിൽ പ്രണയം വരുന്ന സമയത്ത് വളരെയധികം വേദനിക്കുന്ന രീതിയിലാണ് അത്. ഓക്കെ, അത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്, ഇത് എന്താണ് സംഭവം? ഈ ഒരു ടോക്സിക് എന്ന് പറയുന്ന കാര്യത്തിനെ എത്രത്തോളം എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും ഇതിൽ പറയുന്നില്ല. ജസ്റ്റ് ആ ഒരു സംഭവം മാത്രം, ആ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇൻസിഡൻറ്റ് കുറച്ച് കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന ഇവൻ നായികയുടെ വീട്ടിൽ കയറിയിട്ട് അറ്റാക്ക് ചെയ്യുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ കാണിക്കുന്ന സമയത്ത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള സംഭവം ഉണ്ടല്ലോ. നായികയുടെ ഒരു പെരുമാറ്റം, ഇവനോടുള്ള പെരുമാറ്റം കാണുന്ന സമയത്ത് ഇത് ഓക്കെ ആണോ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഓക്കെ ആണോ? പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും നടക്കുമ്പോൾ പല രീതിയിലും ദുരിതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിൽ കാണിക്കുന്നത് കുറച്ച് സോഫ്റ്റായിട്ടാണ് ഈ ഒരു വിഷയത്തെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം സംവിധാനം എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഒരു ക്ലാരിറ്റിയിൽ അതാണ് സിനിമ അവസാനിക്കുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്കും ആ ഒരു സംഭവം എന്തിനാണ് ഇത് കണ്ടതെന്നുള്ളൊരു ഫീൽ തോന്നുന്ന രീതിയിലായിപ്പോവും അപ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സ് കാണുന്ന സമയത്ത്.